ഇത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കോട്ടയം സ്റ്റൈൽ മത്തിക്കറി. നല്ല ചുമന്ന ഗ്രേവിയുള്ള മത്തിക്കറി. അതിനു വേണ്ടി വാങ്ങിച്ചതാണ് 1 കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് 20 വെളുത്തുള്ളി നടുവേ പിളർന്നെടുത്തത്, 4 ഇതൾ കരുവേപ്പില, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 100 ഗ്രാം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കൊടംപുളി 3 ബൗളിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നു. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കോട്ടയം സ്റ്റൈല് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ മൺചട്ടിയിലാണ് മത്തിക്കറി ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ നമ്മുടെ അച്ചായൻ ഉണ്ടാക്കുന്നത് നോക്കാം. മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടി അടുപ്പിൽ വെച്ച് മൺചട്ടി ചൂടായി വരുന്നു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി വരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടോ, 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ കരിവേപ്പില ഇട്ടു. അതാണ് നല്ലത്. ഏതാ അടത്തണ്ട കറിവേപ്പില 5-6 കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളി 20 നടുവേ പിളർന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും വെളുത്തുള്ളിയും അടിപൊളി. ഇനി അടുത്ത് നമുക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കിക്ക്. കണ്ടോ, അതിൻ്റെ പച്ചപ്പൊന്ന് മാറട്ടെ. നമ്മുടെ മൺചട്ടി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും മൺചട്ടി വെക്കാൻ നോക്കുക. അതാകുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. നല്ല നാടൻ ടേസ്റ്റ് കിട്ടും. മത്തിക്കറി ചാളക്കറിയൊക്കെ കോട്ടയം സ്റ്റൈലിൽ നല്ല ചുമല ഗ്രേവിയുള്ള ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, നമ്മുടെ കോട്ടയം സ്റ്റൈല്. നന്നായിട്ട് പച്ചപ്പ് മാറി വരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കടുക്, ഉലുവ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനമാണ് നമ്മളിപ്പോൾ ഈ ചട്ടിക്കകത്ത് ഇട്ട് എണ്ണയ്ക്കകത്ത്. ഇനി നമ്മൾ അടുത്തത് 100 ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാൻ പോവാണ്. ചുവന്ന ചെറിയ ഉള്ളി അരിഞ്ഞത് 100 ഗ്രാം ചേർക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിക്കും. ചെറിയ ഉള്ളി ചുവന്ന ഉള്ളി ചേർക്കുന്നത് വെച്ചാൽ നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പോലെ നിങ്ങൾക്ക് സവോള വേണമെങ്കിൽ ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ അച്ചായന് താല്പര്യം ചെറിയ ഉള്ളിയാണ്. കാരണം ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് അച്ചായൻ പറയുന്നത്. സവോള ഇഷ്ടമുള്ളവർക്ക് സവോള ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് ചുവന്നുള്ളിയും 1 സവോളയും ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. പക്ഷെ അച്ചായൻ സമ്മതിക്കില്ല. അച്ചായന് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കോട്ടയം മീൻകറിയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ അച്ചായൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. സവോള ചുവന്നുള്ളിക്ക് വരെ സവോള ഇട്ടാലും മതി. കൂടുതൽ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ചുവന്നുള്ളി ഇടാം. ഇനി നമുക്ക് ഉള്ളി ശരിക്ക് വേകുന്നതിന് വേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടട്ടെ. ഇളക്കി കൊടുക്കും. നന്നായിട്ട് ആ കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വാടി അങ്ങ് ചേർക്കും. നല്ല നാടൻ വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ കോട്ടയം സ്റ്റൈൽ മീൻകറി. നല്ല ചുമന്ന ഗ്രേവിയുള്ള സൂപ്പർ മത്തിക്കറി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് കൂട്ടി ചോറുണ്ണാൻ ചപ്പാത്തി കഴിക്കാം. അടിപൊളിയാണ്. സൂപ്പർ. ഇപ്പം നല്ല മത്തിക്ക് നല്ല എന്താ നെയ്യുള്ള സമയം, ട്രോളിങ്ങിൻ്റെ സമയം അല്ലേ. നല്ല ടേസ്റ്റാണ് ഇപ്പം. നല്ല നെയ്യുള്ള മത്തിയാണ്. നെയ്യുള്ള മത്തി ഇങ്ങനെ കോട്ടയം സ്റ്റൈൽ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ മത്തി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് വാടിക്കൊടുക്കും. ഒരു മീഡിയം വാടിയാൽ മതി. അങ്ങോട്ട് ഗോൾഡൻ കളറാകട്ടെ. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങളുടെ ആവശ്യത്തിന് എത്ര എരിവ് വേണോ അത്രയും ചേർക്കാം. നല്ല എരിവ് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചേർക്കാം.
ഇപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരിയാണ് ചേർക്കുക. ഞങ്ങൾക്ക് വലിയ എരിവ് വേണ്ട. അപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ, ഇപ്പോൾ ഷാപ്പിലൊക്കെയാണെങ്കിൽ നല്ല എരിവിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടായതുകൊണ്ട് അത്രയും എരിവ് ഇടുന്നില്ല. അപ്പോൾ നമുക്ക് അത് ചേർത്താലോ? മുളക് പൊടി ചേർക്ക്. മതി. കാശ്മീരി മുളക് മതി. 3 ടേബിൾ സ്പൂൺ ചേർത്തു. കാശ്മീരി ആകുമ്പോൾ നല്ല കളറും നല്ല കൊഴുപ്പും കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്കിതിൻ്റെ കൂടെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. അത് നമ്മുടെ കോട്ടയം സ്പെഷ്യലാണ്, അച്ചായൻ സ്പെഷ്യലാണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. അധികം ചോദിച്ചാൽ കയ്പ്പ് വരും. ഇത് നമ്മുടെ കോട്ടയം ശൈലി, നമ്മുടെ അച്ചായൻ ശൈലി നല്ല ചാളക്കറി, അതായത് മത്തിക്കറി റെഡിയാകാം. നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചാറ് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടും. ചിലർ പറയും, ഓ മല്ലിപ്പൊടി എന്നാത്തിന് ചേർക്കുന്നത് ചള്ളാവും കൊള്ളും. പക്ഷെ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്ക് എന്നിട്ട് അഭിപ്രായം പറയാം. നമ്മുടെ അച്ചായൻ്റെ ശൈലിയാണ്. പലരും എന്തൊക്കെ കമൻറ്റ് ഇട്ടായിരുന്നു, നിങ്ങൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് ഈ മല്ലിപ്പൊടി ചേർക്കുന്നത്? അധികമൊന്നും ചേർക്കുന്നില്ല, 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെറും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേരുമ്പോണ്ടല്ലോ സൂപ്പറായിരിക്കും. ഇനി എന്നിട്ട് അരപ്പൊന്നിട്ട് മൂപ്പിച്ചാൽ മതി. അരപ്പൊന്ന് മൂത്ത് വന്നാൽ മതി. അതായത് പച്ചപ്പൊങ്ങ് മാറി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ പുളി ചേർക്കാം. കുടംപുളി ചേർക്കാം. അത് നമ്മൾ ഇനി നമുക്ക് കുടംപുളി വെള്ളത്തോട് കൂടി ആ ബൗളിനകത്ത് 4 കഷ്ണം കുടംപുളിയുണ്ട്. അത് ആ വെള്ളത്തോട് കൂടി തന്നെ ആ ബൗളിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നില്ല, ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ ആ വെള്ളത്തിൽ അതിൻ്റെ പുളിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകും. കുടംപുളി ചേർത്ത് വെക്കണം. എന്നാ ടേസ്റ്റാണെന്നറിയോ? ഏറെ പുളിയോ മാങ്ങ വെക്കുന്നതൊക്കെ നല്ലതാണ് കുടംപുളി ഇട്ട് വെക്കുന്നത്. അടിപൊളി, സൂപ്പർ. നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് മാറ്റി അങ്ങോട്ട് എടുക്കുക. ഇനി അടുത്ത് തന്നെ ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അടുത്ത രണ്ടാം പാല്, 1 മുറി തേങ്ങ ചിരണ്ടിയിട്ട് ഉള്ള 2ാം പാല് ചേർക്കുകയാണ്. ആദ്യത്തെ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ പിഴിഞ്ഞുണ്ടല്ലോ, നമ്മുടെ കോട്ടയം സ്റ്റൈൽ മത്തിക്കറി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർക്കാതെ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്താണ് ഉണ്ടാക്കുന്നത്. നല്ല ചാറിന്, നല്ല ചപ്പാത്തിക്കൊക്കെ കൂട്ടാനും ചോറിന് കൂട്ടാനും ഒക്കെയാണ്. അതുകൊണ്ട് ചാറിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് 2ാം പാൽ ഒഴിക്കാം. 1/2 മുറി തേങ്ങ പിഴിഞ്ഞെടുത്തതാണ്, ചിരണ്ടി പിഴിഞ്ഞെടുത്താണ്. ആ 2ാം പാൽ ആദ്യം അങ്ങോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കട്ടെ. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാത്തവരാണ് ഇപ്പം വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഗ്രേവിക്ക് വേണ്ടി. നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് മാത്രം 2ാം പാൽ എടുത്ത് ഒഴിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് തിളച്ച് വെന്ത് കഴിയുമ്പോൾ അവസാനം നമുക്ക് 1ാം പാൽ ഒഴിച്ച് നമുക്ക് വാങ്ങാം. അതാണ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മത്തിക്കറി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മീൻ വെട്ടി കിട്ടൂല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാം. കറിച്ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക, മൺചട്ടി ഉണ്ടാക്കുക. അത് കൂടുതൽ ടേസ്റ്റ് നൽകും. ഇനി നമുക്ക് കഴുകി വാരി മത്തി തിളച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. 1 കിലോ കഴുകി വാരി വെച്ച നല്ല നാടൻ നെയ്യുള്ള മത്തി ഇട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ. നമുക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മത്തി നമ്മൾ ഇടുന്നുണ്ടല്ലോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സ്ട്രൈക്ക് ചെയ്തേ. അടിപൊളി. കുടംപുള്ളിയുടെ പുളി നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ. നമുക്ക് ഇത് കപ്പയും കൂട്ടി കഴിക്കണം, അറിയോ? അല്ലെങ്കിൽ കിഴങ്ങോ നല്ല വെള്ളച്ചോറ്, റേഷൻ ചോറ് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മത്തിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചെറുതായിട്ട് തൊളുത്ത് ഇരുന്ന് നമുക്ക് ഇതിനകത്തോട്ട് മത്തി ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കൈ കൊണ്ട് അടിപൊളിയായിട്ട്. നല്ല നാടൻ നെയ്യുള്ള മത്തിയാണ്. ആലപ്പുഴ കടപ്പുറത്തെ മത്തിയാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ, അടിപൊളി.
ഇനി അത് ഉടയാതെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത്. ഇങ്ങനെ 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 വട്ടം വട്ടം ചെയ്യുവാണ്. ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മത്തി കഷ്ണം ഉടഞ്ഞു പോകരുത്. ഇത് നല്ല ഉടയാത്ത മത്തിയായതുകൊണ്ട് കുഴപ്പമില്ല. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ മൺചട്ടിയിൽ ഇളക്കാൻ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് പോകും. ചാറിനകത്ത് മുങ്ങിക്കിടക്കട്ടെ. നല്ല ചാറിനകത്ത് അങ്ങോട്ട് മുങ്ങിക്കിടക്കട്ടെ. ഒന്ന് മൂടി വെച്ചേര്. അത് കഴിയുമ്പോൾ തിളക്കട്ടെ. ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതുകൊണ്ടോ നമ്മുടെ മത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മത്തി തിളച്ച് വരുന്നു. ഇത് മൂടി വെച്ചു. നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കൂടുമ്പോൾ അവിടെ വെച്ച് തന്നെ ഇളക്കണം. ഇത് ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി കൊടുത്തേച്ചാൽ മതി. 2 മിനിറ്റ് കൂടുമ്പോൾ വട്ടം കറക്കി കൊടുക്കണം. ഇളക്കുന്ന ഏതാണെന്നാണ് ചട്ടിക്ക് നല്ലത്. 2 മിനിറ്റ് കൂടുമ്പോൾ ചട്ടിയുടെ 2 സൈഡിലും തുണി എടുത്ത് പിടിച്ചിട്ട് ഒന്ന് കറക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചാറിനകത്ത് മുക്കുന്നത് ഒന്ന് നടുക്കൊന്ന് തിക്കി കൊടുത്ത് അവനൊന്ന് കിടന്ന് നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് തിളച്ച് വേകട്ടെ. അത്യാവശ്യം പെട്ടെന്ന് വേകും കേട്ടോ. നമ്മൾ 2ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് തിളച്ച് അതിനകത്ത് കിടന്നാണ് നമ്മുടെ മത്തി വെന്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മത്തി വെന്ത് വരുമ്പോൾ നമ്മുടെ എണ്ണ തെളിയുമ്പോഴാണ് അവസാനം നമ്മൾ ഓഫ് ചെയ്യുന്നത്. നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. മൂടി വെച്ചു. അടപ്പ് തുറന്നു, തിളച്ച് വരുന്നു. ഇളക്കിക്കോ, സ്പൂണിട്ട് ഇളക്കിക്കോ. സ്പൂണിട്ട് ഇളക്കും, കുഴപ്പമില്ല. സ്പൂണിട്ട് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാൻ. ചട്ടി 2 സൈഡിലും തുണി വെച്ചിട്ട് ചട്ടി ഒന്ന് കറക്കിയാൽ മതി. മീൻ ഒട്ടും തന്നെ ഉടയുകയില്ല. ഇതിപ്പോൾ സ്പൂണിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ മൺചട്ടിയാണ്, സൂക്ഷിക്കുക. ചട്ടി പൊട്ടാതെ നോക്കുക. നല്ല ചാള് ഇതിൻ്റെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. 2ാം പാൽ ഒഴിച്ച് ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കാം. ഉപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നന്നായിട്ട് തിളച്ച് മത്തി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇത് വേകാറാകുന്നത്. കണ്ടോ? എന്നാൽ നമുക്കൊന്ന് മൂടി വെച്ചാലോ? കുറച്ചും കൂടെ വേട്ടെ. മൂടി വെച്ചോ. തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് 2 മിനിറ്റ് കൂടുമ്പോൾ ഒരു 10-15 മിനിറ്റ് മതി. പെട്ടെന്ന് തന്നെ മത്തി വേകും. അപ്പം മത്തി ചട്ടി കറക്കി കൊടുക്കുന്നു. ഇപ്പം കണ്ടോ, ഗ്രേവിയുടെ കട്ടി കൂടി വരുന്നു. ഗ്രേവി വറ്റി വരുന്നു. നന്നായിട്ട് കളറ് കൂടി വരുന്നു. നല്ലതായിട്ട് മത്തി നന്നായിട്ട് വെന്ത് വരുന്നു. അപ്പോൾ ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ, തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതങ്ങോട്ട് വാങ്ങാം. നമ്മുടെ കോട്ടയം സ്റ്റൈല് ചുവന്ന മത്തിക്കറി റെഡിയായി. നമ്മുടെ അച്ചായൻ പ്രിപ്പറേഷനാണ്. അച്ചായൻ്റെ അടുത്ത കറക്ക് കേൾക്കണ്ടോ, ചട്ടി കറക്കുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ 1ാം പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഗ്രേവിയായി. ഇനി ഗ്രേവി ഒന്ന് തിളച്ചാൽ നമുക്ക് വാങ്ങാം. മത്തി വേവായി വരുന്നത് എണ്ണ മേളിൽ നിന്ന് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് വാങ്ങാം. ഇപ്പോൾ തന്നെ മത്തി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി 1ാം പാൽ ഒഴിച്ചൊന്ന് തിളച്ച് ഇച്ചിരി എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് വാങ്ങാം. ഇപ്പം നമ്മുടെ മത്തിക്കറി ഏകദേശം ഫിനിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞു. ഉണ്ടോ? ഒന്ന് മൂടി വെക്കണോ? വേണ്ടല്ലോ. എന്നാൽ ഒരു സ്വല്പം നേരം നമുക്ക് എന്താ കളർ മാറി അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. കോട്ടയം വളരെ എളുപ്പത്തിൽ വെക്കാമെന്നുള്ളൂ. അമേരിക്കയിൽ, കാനഡ, USA, ഓസ്ട്രേലിയ എല്ലാവരും ഇങ്ങനെ ഈ സ്റ്റൈലൊന്ന് വെച്ച് നോക്കണേ. നാട്ടിൽ വരുമ്പോൾ പ്രത്യേകം കഴിക്കേണ്ട സാധനമാണ്. മൺചട്ടി വെച്ച നാടൻ നമ്മുടെ ഇവിടുത്തെ അതായത് നാടൻ നമ്മുടെ ഇപ്പം നല്ല നെയ്യുള്ള സമയമാണ്. മഴക്കാലമാണ്, ട്രോളിങ്ങിൻ്റെ സമയമാണ്. ഇപ്പോഴത്തെ മത്തി ഇങ്ങനെ ചാറ് വെക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. കോട്ടയം സ്റ്റൈൽ വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാൻ, പൊടിഞ്ഞു പോകരുത്. അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേ, എന്നിട്ട് നമുക്ക് വാങ്ങാം.
എണ്ണ തെളിഞ്ഞെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞെളിഞ്ഞ് വരുന്ന കാണിക്കാം. മൂടിക്ക്, ഒരു മിനിറ്റ്. നമ്മൾ ദേ അടപ്പ് തുറന്ന് നമ്മുടെ നന്നായിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുന്നു. ഇപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡിയായി. കോട്ടയം സ്റ്റൈല് മത്തിക്കറി, ചാളക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായി, ഇത് സൂപ്പറായി. ഇനി ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാണ്ടല്ലോ. ഇത് കണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. 2 മത്തിങ്ങൾ എടുത്ത് കാണിച്ച് സ്പൂൺ. ഉടഞ്ഞിട്ടില്ല, അടിപൊളിയായി. കണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയും കൂടെ കൂട്ടി കഴിച്ചാണ്ടല്ലോ. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് ശരിക്കും അങ്ങോട്ട് ചുമല കളർ തന്നെയാവും. അടിപൊളിയാണ്, സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ അച്ചായൻ സ്റ്റൈൽ കോട്ടയം മത്തിക്കറി നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എടുക്കുക, മൺചട്ടിയിൽ ഉണ്ടാക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അച്ചായനിപ്പോൾ ഉപ്പ് നോക്കിയോ, നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ അച്ഛാ? കപ്പയുടെ കൂടെ കൂട്ടി കഴിക്കാം. നല്ല ചെണ്ടക്കപ്പയോ വേവിച്ച കപ്പയോ, കപ്പയും മീനും, അതുപോലെ തന്നെ കപ്പയും ചോറും, അതുപോലെ തന്നെ ചപ്പാത്തിക്കും കൂട്ടാം. എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ. വിദേശത്തുള്ള പ്രവാസികളെ, എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എൻ്റെ ഈ ചാനൽ, എൻ്റെ ഈ കുക്കിംഗ് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അയയ്ക്കുക. നാടൻ വിഭവങ്ങളുമായി ഡിഫറെൻറ്റ് വ്യൂസ്, മെൽവിൻ വ്യൂസ് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടിപൊളി. നമ്മുടെ മത്തിക്കറി റെഡിയായി. ഇനി നമുക്ക് ഇതെടുത്ത് കപ്പയുടെ കൂടെ കഴിക്കാം. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു എവരി വൺ. അടിപൊളി.